മലയാളത്തിന് പുറത്തും തന്റേതായ ഒരു ഇടം കണ്ടെത്തിയ നടനാണ് ദുൽഖർ സൽമാൻ. തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമെല്ലാം ദുൽഖർ കയ്യടി നേടിയിട്ടുണ്ട്. തമിഴിലും തെലുങ്കിലുമായി പുറത്തിറങ്ങിയ കാന്തയിലെ ദുൽഖറിന്റെ പ്രകടനവും പ്രശംസിക്കപ്പെട്ടിരുന്നു. തെലുങ്കിൽ ദുൽഖറിന് മലയാളത്തോളം തന്നെ ആരാധകരുണ്ടെന്നും ശ്രദ്ധേയമാണ്. അതേസമയം തന്റെ തുടക്കകാലത്ത് മറ്റു ഭാഷകളിൽ അഭിനയിക്കുമ്പോൾ ചില മോശം അനുഭവവും ദുൽഖറിനുണ്ടായിരുന്നു. ഹിന്ദിയിൽ അഭിനയിക്കുമ്പോൾ തനിക്ക് നേരിടേണ്ടി വന്ന അവഗണനകളെക്കുറിച്ച് ദ ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ ദുൽഖർ സംസാരിക്കുന്നുണ്ട്. താനൊരു താരമാണെന്ന് ബോധപൂർവം തന്നെ തോന്നിപ്പിച്ചതോടെയാണ് ഇരിക്കാൻ കസേര പോലും കിട്ടിയതെന്നാണ് ദുൽഖർ പറയുന്നത്. ഞാൻ ഹിന്ദി സിനിമ ചെയ്തിരുന്ന സമയത്ത് എന്റെ കൂടെ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. സെറ്റിൽ ഞങ്ങളെ പലപ്പോഴും മാറ്റി നിർത്തുമായിരുന്നു. വലിയൊരു താരമാണ് എന്ന തോന്നൽ ഉണ്ടാക്കേണ്ടി വന്നിരുന്നു എനിക്ക്. അല്ലാത്ത പക്ഷം എനിക്ക് ഇരിക്കാൻ കസേര ലഭിക്കില്ലായിരുന്നു. മോണിറ്ററിൽ നോക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. ആളുകളുടെ കാഴ്ചപ്പാടിലാണ് കാര്യമെന്ന് ഞാൻ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു. വലിയ ഫാൻസി കാറിൽ വന്നിറങ്ങിയാൽ താരമാണെന്ന് അംഗീകരിക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യും. അത് സങ്കടകരമാണ്. എന്റെ ഊർജം അങ്ങനെ നഷ്ടപ്പെടുത്താനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ദുൽഖർ സൽമാൻ പറഞ്ഞു. കാർവാൻ എന്ന ചിത്രത്തിലൂടെയാണ് ദുൽഖർ ഹിന്ദിയിൽ അരങ്ങേറുന്നത്. പിന്നീട് ദ സോയ ഫാക്ടർ, ചുപ്പ്, റിവെഞ്ച് ഓഫ് ദ ആർട്ടിസ്റ്റ് എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു. കാന്തയാണ് ദുൽഖറിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ചിത്രത്തിലെ ദുൽഖറിന്റെ പ്രകടനം ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു. ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായാണ് കാന്തയെ വിലയിരുത്തുന്നത്. തെലുങ്ക് ചിത്രം ആകാശമലോ ഒക്കത്താര ആണ് പുതിയ സിനിമ. ഐ ആം ഗെയിം മലയാളത്തിലെ അടുത്ത റിലീസ്. ലോകയുടെ 2ാം ഭാഗം അടക്കമുള്ള സിനിമകൾ അണിയറയിലുണ്ട്.